ഗസയിലേക്കാണ് ആദ്യം. അതിനിർണായകമായ നീക്കങ്ങൾ അവിടെ നടക്കുന്നു. ഗസ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിച്ചിരിക്കുന്നു. മധ്യസ്ഥരെ ഹമാസ് സമ്മതം അറിയിച്ചിരിക്കുന്നു. ഖത്തറും ഈജിപ്തുമാണ് നിർദ്ദേശങ്ങൾ ഹമാസിന് മുന്നിൽ വെച്ചത്. ഗസ സിറ്റി പിടിക്കുമെന്ന ഭയത്തിലാണ് ഹമാസ് വെടിനിർത്തലിന് തയ്യാറാകുന്നതെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു. വെടിനിർത്തൽ ആവശ്യപ്പെട്ട ഇസ്രായേലിൽ ലക്ഷങ്ങളുടെ പ്രതിഷേധം അരങ്ങേറുകയാണ്. സുഹൈലും MCA നാസറും ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ആദ്യം സുഹൈലിലേക്ക്. സുഹൈൽ, ഹമാസ് ഒടുക്കം എങ്ങനെയാണ് ഈ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ നിരവാധികം അംഗീകരിച്ചത്? എന്തൊക്കെയാണ് നിർദ്ദേശങ്ങളിൽ ഉള്ളത്? ഹമാസ് എന്താണ് മധ്യസ്ഥ രാജ്യങ്ങൾ അറിയിച്ചത്? ഈ മധ്യസ്ഥ രാജ്യങ്ങളുടെ ഇനിയുള്ള നീക്കങ്ങൾ എങ്ങനെ ഇസ്രായേൽ ഇതിനെ എങ്ങനെ എടുക്കും? സുഹൈൽ. സൈഫുദ്ദീൻ, ഖത്തറും ഈജിപ്തും വളരെ നിർണായകമായ ചില നീക്കങ്ങൾ ഇപ്പോൾ നടത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൈറോ കേന്ദ്രീകരിച്ചുകൊണ്ട് ഖത്തർ അമീറും അതേപോലെ തന്നെ ഈജിപ്തിന്റെ പ്രസിഡന്റും നേരിട്ട് ചർച്ചകൾ നടത്തുകയും അതിനു മുമ്പ് തന്നെ പല ഫലസ്തീൻ സംഘടനകളെയും അവിടേക്ക് എത്തിക്കുകയും അവരുമായി കൂടിക്കാഴ്ചകൾ നടത്തുകയും ഫലസ്തീൻ അതോറിറ്റിയെയും മറ്റു ഫലസ്തീൻ സംഘടനകളെയും ഇതിന്റെ ഭാഗമാക്കി മാറ്റുകയും അവരുടെ ഒരു പശ്ചാത്തലത്തിൽ ഹമാസിനെ കൂടി കടുത്ത സമ്മർദ്ദത്തിൽ കൊണ്ടുവന്ന് ഈ ഒരു വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ അംഗീകരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം 60 ദിവസത്തെ ഒരു താൽക്കാലിക വെടിനിർത്തൽ, അതിനാണ് ഹമാസ് സമ്മതിച്ചിട്ടുള്ളത്. പൂർണ്ണമായി യുദ്ധം അവസാനിപ്പിക്കണം എന്ന ഒരു വലിയ ഡിമാൻഡിൽ നിന്ന് അല്പമെങ്കിലും ഹമാസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ആ 60 ദിവസത്തെ വെടിനിർത്തൽ സാധ്യമായി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം 10 ബന്ദികളെ, ജീവനോടെയുള്ള ബന്ദികളെ വിട്ടു നൽകും എന്നുള്ളതാണ്. അതിനു പകരമായി നിരവധി ഫലസ്തീൻ തടവുകാരെ ഇസ്രായേലിന് മോചിപ്പിക്കേണ്ടി വരും. അതേപോലെ തന്നെ 2 പ്രദേശങ്ങൾ, ഷുജാഇയ, ബൈത്ലാഹിയ എന്നീ 2 പ്രദേശങ്ങളല്ലാത്ത മറ്റിടങ്ങളിൽ നിന്നെല്ലാം ഇസ്രായേൽ സേന 1000 മീറ്റർ പിൻവാങ്ങും, 1 കിലോമീറ്റർ പിൻവാങ്ങും എന്നുള്ളതാണ് ഈ നിർദ്ദേശത്തിൽ ഉള്ളത് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊരു നിർദ്ദേശം എന്ന് പറയുന്നത് ഈ റഫ അതിർത്തി 2 ഭാഗത്തു നിന്നും തുറക്കും. അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോരാനുള്ള, പരസ്പരം സഞ്ചരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ യഥേഷ്ടം വെള്ളവും ഭക്ഷണവും ഇന്ധനവും മരുന്നുകളും ഗസയിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾക്ക് ഇസ്രായേൽ സമ്മതിക്കും. ഇതെല്ലാമാണ് ഇപ്പോഴത്തെ ഈ പ്രപ്പോസലിലായി വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനം, ഇത് ഹമാസ് അംഗീകരിച്ചിരിക്കുന്നു. അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങളിലൂടെ അവർ അക്കാര്യം പുറത്തു വരുന്നു. അത് സംബന്ധിച്ചതായുള്ള വിവരങ്ങൾ പറയുന്നു. ഇസ്രായേലിന് ഹമാസിന്റെ ഈ നിർദ്ദേശങ്ങൾ, ഹമാസ് അംഗീകരിച്ച നിർദ്ദേശങ്ങൾ കിട്ടിക്കഴിഞ്ഞു എന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കമുള്ള മാധ്യമങ്ങളും പറയുന്നു. ഇനി ഏറ്റവും പ്രധാനം നെതന്യാഹുവിന്റെ നിലപാട് തന്നെയാണ്. നമുക്കറിയാം, ഇത്തരം അംഗീകാരങ്ങളും അതേപോലെ തന്നെ പ്രപ്പോസലും കരാറുകളും എല്ലാം തന്നെ പല തവണ ഉണ്ടായതാണ്. അത് ഏറ്റവും ഒടുവിൽ തട്ടി അവസാനിക്കുന്നത് നെതന്യാഹുവിന്റെ കൈകളിലാണ് എന്ന് പലപ്പോഴും നമ്മൾ കണ്ടതാണ്. ഇസ്രായേൽ ഈ ഒരു നിരീക്ഷണത്തോട് ഹമാസിന്റെ ഇപ്പോഴത്തെ ഈ അംഗീകാരത്തിനോട് എന്ത് മറുപടിയാണ് നൽകുക എന്നുള്ളത് നിർണായകമാണ്. നെതന്യാഹു തന്നെയാണ് പ്രതിനിധികളെ ദോഹയിലേക്ക് ചർച്ചകൾക്ക് അയച്ചത് എന്നുള്ളത് പോസിറ്റീവായ ഒരു വശമാണ്. എങ്കിൽ പോലും ഈ ഒരു ഘട്ടത്തിൽ വീണ്ടും കുതന്ത്രങ്ങൾ മെനയാൻ നെതന്യാഹു തയ്യാറാകുമോ എന്നുള്ളതാണ് ചോദ്യം. ഇനിയൊരു വെടിനിർത്തൽ ഉണ്ടാവുകയാണെങ്കിൽ അത് പൂർണ്ണമായി എല്ലാ ബന്ദികളെയും വിട്ടു നൽകുന്ന തരത്തിലായിരിക്കണം എന്നുള്ളതാണ് നെതന്യാഹു നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇസ്രായേലിൽ ഹമാസ് ഇനി ഇല്ല എന്ന് പറയുന്ന ഒരു ഘട്ടം വരുമ്പോൾ മാത്രമേ പൂർണ്ണമായും യുദ്ധം നിർത്തൂ എന്നുള്ളതാണ്. അപ്പോൾ ഹമാസിനെ നിരായുധീകരിക്കുക, മറ്റൊരു ഭരണം അവിടെ സ്ഥാപിക്കുക, ഇതാണ് തങ്ങളുടെ യുദ്ധലക്ഷ്യങ്ങൾ എന്ന് നെതന്യാഹു പല തവണ പറഞ്ഞതാണ്. ഇനി ഏറ്റവും പ്രധാനം, ഖത്തറിന്റെയും ഈജിപ്തിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ തവണ 60 ദിവസത്തെ വെടിനിർത്തലിന് ഹമാസ് സമ്മതിക്കുകയാണെങ്കിൽ US ഇടപെട്ട് തന്നെ നെതന്യാഹുവിന് മേൽ കടുത്ത ശക്തമായ സമ്മർദ്ദം ചെലുത്തുമെന്നും അതിന് നെതന്യാഹു അക്കാര്യത്തിന് വഴങ്ങുന്ന കാര്യം ഞങ്ങൾ ഏറ്റു എന്ന് US ഖത്തറിനെയും ഈജിപ്തിനെയും അറിയിച്ചു എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കുന്ന ഒരു തിരക്കിലാണ് ട്രംപ്. നമുക്കറിയാം, ഇപ്പോൾ സെലൻസ്കിയും മായുള്ള കൂടിക്കാഴ്ച നടത്തുന്നു. മറുഭാഗത്ത് ട്രംപ് പുടിനുമായി കാണുന്നു. അർമീനിയ, അസർബൈജാൻ യുദ്ധം അവസാനിപ്പിക്കുന്നു. മറ്റൊരു നൊബേൽ സമ്മാനത്തിനുള്ള തിടുക്കത്തിലാണ് ട്രംപ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഭാഗമായി തന്നെ ഇത്തരമൊരു നീക്കവും അതിന്റെ ഭാഗമായി തന്നെ ട്രംപ് നടത്തുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ശരി, സുഹൈൽ തുടരും. MCA നാസർ കൂടെ നമ്മോടൊപ്പം ഉണ്ട്. MCA, ഇപ്പോൾ സുഹൈൽ സൂചിപ്പിച്ചതുപോലെ മുമ്പും ഹമാസ് പല വെടിനിർത്തൽ കരാറുകളും അംഗീകരിക്കുകയും എന്നാൽ ഇസ്രായേൽ അവസാനം വെച്ച് അതിൽ നിന്ന് പിന്മാറുകയും അങ്ങനെ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ മുഴുവൻ പാളിപ്പോവുകയും ചെയ്ത ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഇക്കുറി എന്തായിരിക്കും ഇതിന്റെ ഭാവി? ഈ ഹമാസ് അംഗീകരിച്ചതിന് പിന്നാലെ ഏറ്റവും പുതിയ ഗസയുടെ രാഷ്ട്രീയ ഏറ്റവും പുതിയ സാഹചര്യത്തിൽ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ കൂടി ഇത് അംഗീകരിക്കാൻ സാധ്യതയുണ്ടോ? എന്തായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്?
സൈഫുദ്ദീൻ നേരത്തെ സുഹൈൽ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഏറ്റവും നിർണായകമായിട്ട് മാറുന്നത് അമേരിക്കൻ നിലപാട് തന്നെയായിരിക്കും. പക്ഷേ ഇന്ന് വൈകിട്ട് ട്രംപ് നടത്തിയ ആ പ്രതികരണത്തിൽ ഏറെക്കുറെ ഇപ്പോൾ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഗസയെ പൂർണ്ണമായിട്ടും ഏറ്റെടുക്കൽ പദ്ധതി അതിനെ പരോക്ഷമായിട്ട് ഒരു അനുകൂലിക്കുന്ന പ്രതികരണമാണ് ട്രംപിൽ നിന്ന് ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഹമാസിനെ പൂർണ്ണമായിട്ടും അമർച്ച ചെയ്യുകയല്ലാതെ ബന്ദികളെ വിട്ടുകിട്ടാൻ മറ്റൊരു മാർഗവും ഇല്ല എന്ന് വളരെ കൃത്യമായിട്ട് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സൈനിക നടപടിയെ പരോക്ഷമായി പിന്തുണച്ചുകൊണ്ട് ട്രംപിന്റെ ഒരു പ്രതികരണം വരുമ്പോൾ ഇനി അങ്ങോട്ട് ഇപ്പോൾ ഒരു താൽക്കാലിക വെടിനിർത്തൽ ഒരു പക്ഷേ നേരത്തെ തന്നെ അമേരിക്കൻ നേതൃത്വം അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് മുന്നോട്ട് വെച്ചതാണ്. 2 മാസം നീണ്ടു നിൽക്കുന്ന ആ വെടിനിർത്തൽ ഒരു പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് വരുമെന്ന സൂചന നിലനിൽക്കുന്നുണ്ട്. പക്ഷെ സമ്പൂർണ്ണമായിട്ടുള്ള യുദ്ധവിരാമം എന്ന പോരാളി സംഘടനകളൊക്കെയും ആവശ്യപ്പെട്ട് അതിലേക്ക് എത്ര കണ്ട് നീങ്ങാൻ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനെ അതിനെ പ്രേരിപ്പിക്കാൻ അമേരിക്ക തയ്യാറാകുമെന്ന ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് അല്പം മുമ്പ് തീവ്ര വലതുപക്ഷ മന്ത്രിയായിട്ടുള്ള ബെൻഗവറിന്റെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നു. അതിൽ പറയുന്നത് നെതന്യാഹുവിന് സ്വന്തം നിലയ്ക്ക് ഒരു ഭാഗികമായിട്ടുള്ള യുദ്ധവിരാമത്തെ അല്ലെങ്കിൽ ഈ വെടിനിർത്തൽ കരാറിനെ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അത്തരം നീക്കങ്ങളിൽ നിന്ന് നെതന്യാഹു വിട്ടുനിൽക്കണം എന്ന് കുറെ കൂടി വളരെ പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങളാണ് മുമ്പ് ഉള്ളതുപോലെ തന്നെ ബെൻഗവറും അതോടൊപ്പം തന്നെ സ്മോട്രിക്ക് ഈ 2 മന്ത്രിമാർ കടുത്ത നിലപാടിൽ തന്നെയാണ് ഹമാസുമായിട്ട് ഒരു നിലക്കുള്ള ഒരു വെടിനിർത്തലും ഉണ്ടാകാൻ പാടില്ല എന്ന്. ഈ സമ്മർദ്ദത്തെ എത്ര കണ്ട് അതിജീവിക്കാൻ നിലവിൽ നെതന്യാഹുവിന് സാധിക്കുമെന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇസ്രായേലിൽ ഒരു പക്ഷേ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള വൻ പ്രക്ഷോഭ പരിപാടികളാണ് ഈ പിന്നിട്ട 2 ദിവസങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മാത്രം പണിമുടക്കുകളിലും അതോടൊപ്പം തന്നെ പ്രക്ഷോഭ പരിപാടികളിലും 5 മുതൽ 10 ലക്ഷം വരെ പേർ അണിനിരന്നു എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മുന്നറിയിപ്പാണ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇനിയും ഹമാസുമായിട്ടുള്ള ഒരു വെടിനിർത്തൽ കരാർ ദീർഘിപ്പിക്കുകയും അത്തരമൊരു കരാറിനെ പുറംതിരിഞ്ഞു നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു പൊതുസമ്മർദ്ദം ഇസ്രായേലിനുള്ള രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിനെ എത്ര കണ്ട് നിരാകരിക്കാൻ ഇനി നെതന്യാഹുവിനും അദ്ദേഹത്തിന്റെ സർക്കാരിനും സാധിക്കുമെന്നൊരു ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈജിപ്തും ഖത്തറും ഈ 2 മധ്യസ്ഥ രാജ്യങ്ങൾ അവർക്ക് വളരെ കൃത്യമായിട്ടുള്ള സൂചനയാണ് ഈ 2 രാജ്യങ്ങളും നൽകുന്നത്. അമേരിക്കക്ക് ഇതിൽ നിന്ന് മുഖം തിരിച്ച് നിൽക്കാനാവില്ല. താൽക്കാലിക വെടിനിർത്തൽ എന്തായാലും യാഥാർത്ഥ്യത്തിലേക്ക് തന്നെ വരും. ഹമാസ് അംഗീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പക്ഷേ സമ്പൂർണ്ണ യുദ്ധവിരാമത്തിലേക്ക് പരമാവധി ഈ ഇസ്രായേലിനെയും ഹമാസിനെയും പ്രേരിപ്പിക്കാൻ ട്രംപ് ഭരണകൂടം തീർച്ചയായിട്ടും തങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകുമെന്ന സൂചനയാണ് ഈ 2 മധ്യസ്ഥ രാജ്യങ്ങൾ നൽകുന്നത്. എന്തായാലും അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അറബ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം വലിയ താല്പര്യത്തോടു കൂടി തന്നെയാണ് ഈ പുതിയ സംഭവ വികാസങ്ങളെ അവർ ഉറ്റുനോക്കുന്നത്. ഈ സംഘർഷം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന ഒരു വലിയ താല്പര്യം തന്നെ അറബ് ലോകത്തുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളും ഈ നീക്കത്തെ ഏറെക്കുറെ സ്വാഗതം ചെയ്യുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. കാരണം അടുത്ത മാസത്തോടുകൂടി സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കാൻ മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും തീരുമാനിച്ച ആ ഒരു സാഹചര്യം ഇസ്രായേലിനും വലിയ തോതിൽ ഇസ്രായേലിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. അപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ വെടിനിർത്തലിലേക്ക് വരികയാണെങ്കിൽ തൽക്കാലം ആ പ്രതിസന്ധിയെ മറികടക്കാനും തങ്ങൾക്ക് സാധിക്കും എന്ന ഒരു തിരിച്ചറിവിലേക്കാണ് ഇസ്രായേലും ഇപ്പോൾ വൈകിയാണെങ്കിലും എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങൾ വളരെ നിർണായകമായിരിക്കും. അതോടൊപ്പം തന്നെ ട്രംപ് ഇതിൽ കുറെ കൂടി സജീവമായിട്ട് ഇടപെടും എന്നൊരു പ്രതീക്ഷയാണ് മധ്യസ്ഥ രാജ്യങ്ങൾ പങ്കുവെക്കുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 2 മാസത്തേക്കുള്ള താൽക്കാലിക വെടിനിർത്തൽ എന്തായാലും വരും. തുടർന്ന് ഒരു സമ്പൂർണ്ണ യുദ്ധവിരാമത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നത് സംബന്ധിച്ച ചോദ്യം ഇപ്പോൾ പോലും നിലനിൽക്കുകയാണ്. അതിന്റെ ഉത്തരം കണ്ടെത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി എന്നത് അമേരിക്ക തന്നെയായി മാറുകയാണ്. ശരി, സുഹൈലിലേക്ക് വീണ്ടും. സുഹൈൽ, ഈ വെടിനിർത്തൽ കരാറിലെ നിർദ്ദേശങ്ങൾ നേരത്തെ സുഹൈൽ വിശദീകരിച്ചു. ഈ യുദ്ധം ആക്രമണം അവസാനിപ്പിക്കുക എന്നതിനൊപ്പം തന്നെ പരിഗണന അർഹിക്കുന്ന ഒരു കാര്യമാണ് ആവശ്യത്തിന് ഭക്ഷണം. ട്രക്കുകൾ പുറത്ത് കാത്തുനിൽപ്പാണ് ഇപ്പോഴും. വലിയ പട്ടിണിയിൽ ജനങ്ങൾ കഴിയുന്നു. അപ്പോൾ ആവശ്യത്തിന് ഭക്ഷണമടങ്ങുന്ന ട്രക്കുകൾ കടത്തിവിടുക എന്നുള്ളത് ഈ നിർദ്ദേശങ്ങളിൽ എവിടെയെങ്കിലും ഉപാധികളിൽ എവിടെയെങ്കിലും ഉണ്ടോ? അതോ ഈ വെടിനിർത്തൽ കരാറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇതിന്റെ ഭാഗമായി ട്രക്കുകളും കടത്തിവിടും എന്ന രീതിയിൽ കാണേണ്ടി വരുമോ? സൈഫുദ്ദീൻ, ഇപ്പോൾ വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രത്യേകിച്ചും അറബ് മാധ്യമങ്ങൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അത് ഈ ഹ്യൂമാനിറ്റേറിയൻ സഹായ വിതരണങ്ങളുടെ ഒഴുക്ക് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. ഈ റഫ അതിർത്തി പൂർണ്ണമായും തുറക്കും. അതിലൂടെ സഹായ ട്രക്കുകൾ പരമാവധി ഗസയിലേക്ക് പ്രവേശിക്കണമെന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നമായി നിൽക്കുന്ന GHF ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ അതിനു പകരമായി UN-ന്റെ സംവിധാനങ്ങളും റെഡ് ക്രസന്റ് അടക്കമുള്ള സംവിധാനങ്ങളെയും ഒരുക്കണമെന്ന് ഇതിൽ തന്നെയുണ്ട് എന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഹാരിറ്റ്സ് അടക്കമുള്ള ഇസ്രായേലി മാധ്യമങ്ങളും
ഇക്കാര്യം വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. ഈ പ്രപ്പോസലിൽ ഏറ്റവും കൂടുതൽ പരിഗണന നൽകുന്നത് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിപ്പോൾ ഗസ ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്നത് ഈ 22 മാസത്തിനിടയിലെ ഏറ്റവും വലിയൊരു ദുരന്തമാണ് ഇപ്പോൾ ഗസയിലുള്ളത് എന്ന് നമുക്കറിയാം. കാരണം വെള്ളവും ഭക്ഷണവും ഇല്ലാതെ ആയിരങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് തന്നെ 5 പേരാണ്, കുഞ്ഞുങ്ങളടക്കം 5 പേരാണ് ഇന്ന് പട്ടിണി കാരണം മാത്രം കൊല്ലപ്പെട്ടത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തെ നീക്കം ചെയ്യാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പൂർണ്ണമായും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും ഇസ്രായേൽ അവരുടെ പദ്ധതിയുടെ ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ എത്തി നിൽക്കുന്ന സമയമാണിത്. കാരണം ഗസയുടെ 80% അവർ കൈക്കലാക്കി കഴിഞ്ഞു. ഇനി ആകെയുള്ളത് 20% മാത്രമാണ് അവരുടെ സൈനിക നിയന്ത്രണത്തിലാക്കാനുള്ളത്. ഹമാസിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം എന്ന് പറയപ്പെടുന്ന ഗസ സിറ്റിയിൽ അവർ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള അവസാനത്തെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലായിടത്തും ബോംബിട്ടുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് ആളുകളെ നിർബന്ധിതമായി കൂട്ടപ്പലായനത്തിന് വിധേയമാക്കുന്നു. അവർക്ക് അൽമവാസി അതേപോലെ തന്നെ റഫ ഈ 2 കേന്ദ്രങ്ങൾ ഒരുക്കിക്കൊണ്ട് അവരെ താൽക്കാലികമായ ടെന്റുകൾ നിർമ്മിക്കാനുള്ള ടെന്റുകൾ വരെ ഞങ്ങൾ വിതരണം ചെയ്യുന്നു എന്ന് പറയുന്നു. ആ 2 ഇടങ്ങളുമായി ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് രൂപീകരിക്കാനും ബാക്കിയുള്ള ഇടങ്ങളെല്ലാം തന്നെ നരകമാക്കി മാറ്റാനുമുള്ള പദ്ധതി ഇയാൽ സമീറിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു. ഇയാൽ സമീർ IDFന്റെ സേനാ മേധാവിയാണ്. ഈ സേനാ മേധാവിയും നെതന്യാഹുവും തമ്മിൽ വലിയ തർക്കങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. പക്ഷേ കഴിഞ്ഞ ദിവസം ആ തർക്കത്തിന് ചെറിയ തരത്തിലുള്ള ഒരു രമ്യമായ പരിഹാരം എന്നുള്ള രൂപത്തിൽ ഈ ഒരു പദ്ധതിയെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞ് ഇയാൽ സമീർ ഇറങ്ങുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇത്തരമൊരു ഘട്ടത്തിൽ നെതന്യാഹു അതിൽ നിന്നെല്ലാം പിൻവാങ്ങി വീണ്ടും ഈ കാര്യങ്ങളെല്ലാം നോർമലൈസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമോ എന്നുള്ളത് അത് നടക്കാൻ കുറച്ച് അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇത്രയേറെ പണിയെടുത്തിട്ടുണ്ട് അക്കാര്യത്തിന് വേണ്ടി ഇസ്രായേൽ സേന. അവിടെ കുറേയേറെ ഇസ്രായേലി സൈനികരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആളുകളെ മുഴുവനും ഒരു സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്ന ആകെയുള്ള ഗസയുടെ 20%-ൻ്റെയും താഴെയുള്ളൊരു പ്രദേശത്തേക്ക് അവിടെയുള്ള 21 ലക്ഷം മനുഷ്യരെ ആട്ടിപ്പായിച്ച് ഒരിടത്താക്കിയ ശേഷം ഒരു 60 ദിവസം കൊണ്ട് അവരെല്ലാം വീണ്ടും പഴയ സ്ഥലങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോവുക, അവിടങ്ങളിലെല്ലാം അവരുടെ പഴയ ടെന്റുകൾ നിർമ്മിക്കുക, അതേപോലെ തന്നെ വെള്ളവും ഭക്ഷണവും യഥേഷ്ടം അങ്ങോട്ട് പോവുക. അത് ഹമാസിന്റെ കൈകളിലേക്ക് എത്തുമോ എന്നുള്ള ആശങ്കകൾ ഇസ്രായേലിൽ ഉണ്ടാവുക. അതൊക്കെ വീണ്ടും ഒരു പഴയ പടിയിലേക്ക് തന്നെ പോവുക എന്ന് പറയുന്നത്. സുഹൈൽ തുടരും ഒരു നിമിഷം. ഇപ്പോൾ വിദേശകാര്യ നിരീക്ഷകൻ PJ വിൻസെന്റ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ PJ വിൻസെന്റ്, നേരത്തെയും ഇങ്ങനെ മധ്യസ്ഥ കരാർ, വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിക്കുന്നു, പക്ഷേ ഇസ്രായേൽ അംഗീകരിക്കാതെ അത് പാളിപ്പോയ ഘട്ടങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇതിപ്പോൾ ഒരിക്കൽ കൂടി ഈ ഖത്തറും ഈജിപ്തും ഒരു ശ്രമം കൂടി നടത്തി നോക്കുന്നു. ഹമാസ് അത് അംഗീകരിച്ചിട്ടുണ്ട്, ഇനി ഇസ്രായേൽ അംഗീകരിക്കണം. ഇസ്രായേൽ ആണെങ്കിൽ അവരുടെ ഈ ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള ഒരു പ്രോജക്റ്റ് അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു നിർണായക നീക്കം ഉണ്ടാകുന്നത് ഇസ്രായേൽ സമ്മതിക്കാൻ എത്ര കണ്ട് സാധ്യതയുണ്ട്? ഇപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ച അലാസ്കയിൽ വെച്ച് നടന്നു. അപ്പോൾ ഉക്രൈൻ യുദ്ധം അവസാനിക്കാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു വരികയാണ്. അതോടൊപ്പം അമേരിക്കയുടെ പ്രഥമ പരിഗണനയിലുള്ള ഒരു സംഘർഷമായിരുന്നു ഗസ യുദ്ധം. അതും അടിയന്തരമായി പരിഹരിക്കണം എന്ന് ട്രംപിന് താല്പര്യമുണ്ടായിരുന്നു. 42 ദിവസം വെടിവയ്പുണ്ടായെങ്കിലും അത് പൂർവാധിക ശക്തിയോടെ പുനരാരംഭിക്കുകയും മാരകമായ രൂപത്തിൽ വംശഹത്യയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. നിലവിൽ ഈജിപ്തും ഖത്തറുമാണ് ഈ ചർച്ചയ്ക്ക് മുൻകൈയെടുത്തത്. ഗസ യുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ ഈ 3 രാജ്യങ്ങളും തുർക്കിയും അടക്കം ഖത്തറും അതുപോലെ ഈജിപ്തും മധ്യസ്ഥ ശ്രമങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട്. നിരവധി തവണ ചർച്ചകൾ ഈ ഡിപ്ലോമാറ്റിക് പ്രോസസ് ഇങ്ങനെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ 60 ദിവസത്തേക്ക് വെടിനിർത്തൽ സാധ്യമാക്കുവാനും മാനുഷികമായ എല്ലാ സഹായവും ഗാസൻ നിവാസികൾക്ക് എത്തിക്കുവാനും ഉള്ള ഒരു ധാരണയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ മധ്യസ്ഥ വഹിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനും ഹമാസിനും ഇടയിൽ ആണ് മധ്യസ്ഥത. ആ മധ്യസ്ഥതയാണ് ഈജിപ്തും ഖത്തറും വഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു നിർദ്ദേശം, ഹമാസ് അംഗീകരിക്കുന്ന ഒരു നിർദ്ദേശം, അത് ഇസ്രായേലിന്റെ കൂടി ഒരു അനുമതി, അംഗീകാരം അതിന്റെ പിന്നിൽ ഉണ്ടാവണം. ആ ദിശയിലാണല്ലോ മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുക. ഒരു സമാധാന പ്രക്രിയയാണല്ലോ, ഒരു ഡിപ്ലോമാറ്റിക് പ്രോസസ്സാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പൂർണ്ണമായിട്ടും ഗസ പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഈ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കുകയും മാനുഷികമായ സഹായം എത്തിക്കുകയും ചെയ്യുന്നത് സമാധാന പ്രക്രിയയുടെ അടിസ്ഥാനമാണ്, പ്രാഥമികമായ തലമാണ്.
ഏതായാലും അത് ഇസ്രായേൽ അംഗീകരിക്കാനാണ് സാധ്യത എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് കരുതാൻ. കാരണം ഉക്രൈൻ സംഘർഷവും സമാധാന പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞു. യൂറോപ്യൻ ശക്തികളും അതുപോലെ ട്രംപും സെലൻസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയൊക്കെ നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ആ ദിശയിൽ ലോകത്തിലെ പ്രധാനപ്പെട്ട ട്രംപിന്റെ പ്രസിഡന്റിനൊപ്പം ഇസ്രായേലിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നു. ഒരുപക്ഷെ 10,000-ങ്ങളോ ലക്ഷക്കണക്കിന് പേരോ അണിനിരക്കുന്ന വലിയ പ്രകടനങ്ങൾ ഈ ഘട്ടത്തിലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അതും കൂടി ഒരു വഴങ്ങാനുള്ള ഒരു കാരണമായി മാറുമോ ഇസ്രായേലിന്? വഴങ്ങാനുള്ള കാരണം മാത്രമല്ല, യഥാർത്ഥത്തിൽ ഈ യുദ്ധം പ്രൊലോങ് ചെയ്യുന്നതിന്റെ പ്രധാന കാരണം പോലും ഇസ്രായേലിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്. ആഭ്യന്തര പ്രശ്നങ്ങൾ എന്ന് വിശാലാർത്ഥത്തിൽ പറയുന്നതല്ല, മറിച്ച് നെതന്യാഹുവിന് അധികാരത്തിൽ തുടരാൻ അവിടെ അതിതീവ്ര സൈനിസ്റ്റുകളുടെ സ്മോട്രിച്ചിനെ പോലെയുള്ള ആളുകളുടെ പിന്തുണ അനിവാര്യമായ ഘട്ടത്തിലാണ്. അവിടുത്തെ ഫൈനാൻസ് മിനിസ്റ്ററാണല്ലോ സ്മോട്രിച്ച്. അപ്പോ അവരുടെ പിന്തുണയോടുകൂടി ഇവർക്ക് ഈ ഭരണത്തിൽ തുടരാൻ കഴിയുള്ളൂ എന്ന സാഹചര്യം വളരെ പ്രസക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു പബ്ലിക് ഒപ്പീനിയൻ പലപ്പോഴും യുദ്ധം അവസാനിപ്പിക്കണമെന്നും ബന്ദികളുടെ മോചനം ഉടനടി സാധ്യമാക്കണം എന്നുള്ളതാണ് അവിടുത്തെ പ്രതിപക്ഷവും അതുപോലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ഈ യുദ്ധം തുടങ്ങിയ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മുതൽ ശക്തമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അധികാരത്തിൽ പിടിച്ച് തൂങ്ങുവാനും അധികാരം നിലനിർത്താനും നെതന്യാഹുവിന്റെ തന്ത്രങ്ങൾ ആണ് ഈ യുദ്ധം പ്രലോങ് ചെയ്തത് എന്നതുകൂടി വളരെ പ്രസക്തമാണ്. ഇന്നത്തെ ഘട്ടത്തിൽ ഇതുവരെ ഉണ്ടാകാത്തതിൽ നിന്ന് വ്യത്യസ്തമായി വലിയ തോതിൽ ജനപങ്കാളിത്തമുള്ള ശക്തമായ പ്രതിഷേധ പ്രകടനവും അവിടുത്തെ ലേബർ പാർട്ടിയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും സംഘടിതമായി ബന്ദികളെ ഇനി 50ഓളം ബന്ദികൾ സമാധാനത്തിലുണ്ട്, അവരെ അടിയന്തരമായി മോചിപ്പിക്കണമെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്ന നിലയിലുള്ള നിലപാടെടുക്കുകയും ജനകീയ പ്രക്ഷോഭം നടക്കുകയും കഴിഞ്ഞ ദിവസം പോലീസ് വലിയ രൂപത്തിൽ ബലപ്രയോഗം നടത്തിയിട്ടാണ് ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടത്. ആ ദിശയിൽ ആഭ്യന്തര രംഗം കലുഷിതമാകുന്നു എന്ന സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അങ്ങനെ ആഭ്യന്തര തലത്തിൽ വളർന്നു വരുന്ന സംഘർഷങ്ങൾ ഞങ്ങളെ അവഗണിച്ചുകൊണ്ട് നെതന്യാഹുവിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ അതും ഒരുപക്ഷെ ഈ 60 ദിവസത്തെ വെടിനിർത്തലിന് അംഗീകാരം നൽകാൻ കാരണമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നന്ദി മിസ്റ്റർ പി ജെ വിൻസെന്റ് പ്രതികരിച്ച്. അവസാനമായി MC നാസറിലേക്ക് ഒരിക്കലും കൂടി. MC-യെ പലവട്ടം മുന്നിട്ടിറങ്ങി പരാജയപ്പെട്ടിട്ടും പിന്മാറാതെ ഏതെങ്കിലും നിലക്ക് ഗസയിൽ സമാധാനം കൊണ്ടുവരണമെന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോയ 2 രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഖത്തർ, ഈജിപ്ത്, അവരുടെ ഒരു വിജയം കൂടിയായി കാണണം. പൂർണ്ണമായി ഇത് വിജയത്തിൽ എത്തിയിട്ടില്ല എങ്കിൽ കൂടിയും ഇപ്പോൾ ഹമാസ് അംഗീകരിച്ചതോടുകൂടി ഒരു സാധ്യത കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും അടുത്ത നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? ഒരു വശത്ത് ട്രംപിൻ്റെ സമ്മർദ്ദം ഒരു വശത്തുണ്ടാവണം, എന്നാൽ കൂടി നെതന്യാഹു സമ്മതിക്കുകയുള്ളൂ. അതേസമയം മധ്യസ്ഥർ എന്ന നിലയ്ക്ക് ഇവരുടെ ഇനിയുള്ള റോൾ എന്തായിരിക്കും, ഈജിപ്തിന്റെയും ഖത്തറിന്റെയും? സൈഫുദ്ദീൻ, ഇതിൽ 2 പക്ഷത്തെയും വലിയ തോതിലുള്ള തിരിച്ചടികളും പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് പോലും അതിൽ നിരാശരാവാതെ പരമാവധി ശ്രമങ്ങൾ തുടർന്നു എന്നതാണ് ഖത്തറും ഈജിപ്തും ഈ മധ്യസ്ഥരുടെ റോളിൽ നിർവഹിച്ച ഏറ്റവും വലിയ ദൗത്യം. കാരണം ഏറ്റവും അവസാന ഘട്ടത്തിൽ വെടിനിർത്തലിലേക്ക് പോകുന്നു എന്ന് ഉറപ്പായ ഘട്ടത്തിൽ പോലും അതിനെ അട്ടിമറിക്കാനാണ് നെതന്യാഹു ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ എന്തായാലും ഈ ആഭ്യന്തര സമ്മർദ്ദം ഇസ്രായേലിൽ അതിശക്തമായിട്ട് തുടരുന്ന ഒരു സാഹചര്യം ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുടെ, കാരണം നേരത്തെയൊക്കെ ഇസ്രായേൽ എന്ത് നിലപാട് സ്വീകരിച്ചാലും അതിനെ പൂർണ്ണമായിട്ട് പിന്തുണച്ച ആ നിലപാടിൽ ഇനി അധികകാലം അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം ബ്രിട്ടനും ഫ്രാൻസും കാനഡയും അതോടൊപ്പം തന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ കൂടി നൽകിയതും ഒരുപക്ഷെ ഈ ഒരു വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ഒരു അനുകൂല തീരുമാനമെടുക്കാൻ ഇസ്രായേലിനെ പ്രേരിപ്പിക്കും. എന്തായാലും മധ്യസ്ഥ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പങ്കുവെക്കുന്ന ഏറ്റവും വലിയ പ്രതീക്ഷ എന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. കാരണം താൽക്കാലിക യുദ്ധവിരാമം വരികയാണെങ്കിൽ അത് 2 മാസം നീണ്ടു നിൽക്കും. പക്ഷെ അതിനുള്ളിൽ തന്നെ ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ചില ഫോർമുലകളും ഈ മധ്യസ്ഥ രാജ്യങ്ങൾ തന്നെ അമേരിക്കക്ക് നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ വലിയ സംഘർഷം മാറും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് പൊതുവെ രൂപപ്പെട്ടിരിക്കുന്നത്. സൈഫുദ്ദീൻ, ശരി MC, എന്തായാലും വീണ്ടും പ്രത്യാശയുടെ ഒരു രാവ് കൂടി പുലരട്ടെ എന്ന പ്രാർത്ഥനയിൽ തന്നെയാണ് ലോകം മുഴുവൻ ഉള്ളത്. ഈ സമയം വീണ്ടും
പലവട്ടം ശ്രമിച്ചു പരാജയപ്പെട്ടിട്ടും പിന്മാറാതെ ഖത്തറും ഈജിപ്തും പുതിയൊരു വെടിനിർത്തൽ കരാറുമായി രണ്ട് കക്ഷികളിലേക്കും എത്തുന്നു. ഹമാസ് ഇപ്പോൾ അത് അംഗീകരിച്ചിരിക്കുന്നു. ഇനി ഇസ്രായേൽ കൂടി അംഗീകരിക്കണം. ഇസ്രായേൽ അത് അംഗീകരിക്കണമെങ്കിൽ പലതരത്തിലുള്ള പ്രഷർ, പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ അവരിലേക്ക് എത്തണം. അതിൽ ട്രംപിൻ്റെ, അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള പ്രഷർ, ഒപ്പം ആഭ്യന്തര സംഘർഷങ്ങളുടെ പ്രഷർ, ഇതെല്ലാം നിലവിലുണ്ട്. പക്ഷേ അവരുടെ ഈ ഗസ പൂർണ്ണമായും പിടിച്ചടക്കുക എന്ന മോഹം, എന്ന സ്വപ്നം, എന്ന പ്രൊജക്റ്റ് അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കെ അതിൽ നിന്നിപ്പോൾ ഒരു പിന്മാറ്റത്തിലേക്ക് നെതന്യാഹു പോകുന്നുണ്ടെങ്കിൽ തന്നെ അത് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം കഠിനമായിരിക്കും. അപ്പോൾ അദ്ദേഹം തയ്യാറാകുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും നാളത്തെ പുലരിയിൽ ഒരു നല്ല വാർത്ത ഗസക്കാർക്ക് കേൾക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ടിക്കറ്റ് നിരക്കിൽ 50% വരെ ഇളവ് പ്രഖ്യാപിച്ച സൗദിയുടെ ദേശീയ വിമാന കമ്പനിയായ സൗദി എയർലൈൻസ് സെപ്റ്റംബർ 1 മുതൽ ഡിസംബർ 10 വരെയുള്ള യാത്രകൾക്കായിരിക്കും ഓഫർ. ആഭ്യന്തരവും അന്തർദേശീയവുമായ സേവനങ്ങൾക്ക് ഓഫർ ലഭ്യമാകും. 50% വരെ ഇളവാണ് പ്രഖ്യാപിച്ചത്. ട്രാൻസിറ്റ് ഫ്ലൈറ്റുകൾ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സർവീസുകൾക്കും ഇളവ് ലഭ്യമാകും. സെപ്റ്റംബർ 1 മുതൽ ഡിസംബർ 10 വരെയുള്ള യാത്രകൾക്കായിരിക്കും ഓഫർ. ഓഗസ്റ്റ് 17 മുതൽ 31 വരെ ബുക്ക് ചെയ്ത് കരസ്ഥമാക്കുന്ന ടിക്കറ്റുകൾക്കും ഇളവ് ലഭിക്കും. കമ്പനി വെബ്സൈറ്റ്, സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷനുകൾ തുടങ്ങിയ ഡിജിറ്റൽ സംവിധാനങ്ങൾ വഴിയും സെയിൽസ് ഓഫീസുകൾ വഴിയും വാങ്ങുന്ന ടിക്കറ്റുകൾക്ക് ഓഫർ ലഭ്യമാകും. ബിസിനസ്, ഇക്കണോമിക് ക്ലാസുകൾക്ക് ഓഫർ ബാധകമാണ്. വിമാന ടിക്കറ്റുകൾക്കൊപ്പം ലഭിക്കുന്ന ഡിജിറ്റൽ ലിങ്ക് വഴി ഇഷ്യൂ ചെയ്യുന്ന ട്രാൻസിറ്റ് വിസ ഉപയോഗിച്ച് രാജ്യത്ത് 96 മണിക്കൂർ തങ്ങാനുള്ള സൗകര്യവും ലഭ്യമാക്കിയിട്ടുണ്ട്. 100-ലധികം നഗരങ്ങളിലേക്ക് നിലവിൽ എയർലൈൻ സേവനം നൽകുന്നുണ്ട്. 149 വിമാനങ്ങളാണ് കമ്പനിക്ക് നിലവിലുള്ളത്. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. സൗദിയിൽ വ്യോമയാന മേഖലയിലെ നിക്ഷേപകർക്കായി ഏകീകൃത ഇൻവെസ്റ്റർ ഗൈഡ് പുറത്തിറക്കി സിവിൽ ഏവിയേഷൻ അതോറിറ്റി. മേഖലയിലെ നിക്ഷേപകരെ ലക്ഷ്യമാക്കിയാണ് നീക്കം. വ്യോമയാന മേഖലയിൽ വിദേശികൾക്കുള്ള സാധ്യതകളും നിയമങ്ങളും ഗൈഡ് വഴി അറിയാം. ദേശീയ എയർലൈൻസ്, ലോജിസ്റ്റിക്സ് സേവനങ്ങൾ, അന്താരാഷ്ട്ര എയർ ട്രാൻസ്പോർട്ട് എന്നിവയ്ക്കാവശ്യമായ ലൈസൻസുകൾ നേടുന്നതിനുള്ള നടപടിക്രമങ്ങളും ആവശ്യകതകളും വ്യക്തമാക്കുന്നതാണ് പുതിയ ഗൈഡ്. വ്യോമയാന മേഖലയിലെ നിക്ഷേപകരെ ലക്ഷ്യമാക്കിയാണ് സംവിധാനം. ഗൈഡിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവയെല്ലാമാണ്: ലൈസൻസ് അപേക്ഷാ പ്രക്രിയ, നിയമപരമായ ആവശ്യകതകൾ, ഔദ്യോഗിക ഫോറങ്ങളും അവയുടെ പൂരിപ്പിക്കൽ രീതിയും, ഓരോ നടപടിക്രമത്തിന്റെയും സമയപരിധിയും ചെലവും തുടങ്ങിയവയാണവ. സാമ്പത്തിക നയങ്ങൾ, സുരക്ഷ, പരിസ്ഥിതി മാനദണ്ഡങ്ങൾ, സമാന സേവനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ, അന്തർദേശീയ സഹകരണം സംബന്ധിച്ച വിശദാംശങ്ങൾ എന്നിവയും ഗൈഡിൽ ഉൾപ്പെടും. നിക്ഷേപകർക്ക് എളുപ്പത്തിലുള്ള പ്രവേശനം ഉറപ്പാക്കുക, വ്യോമയാന മേഖലയിലെ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയുടെ ഭാഗമായാണ് നടപടി. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. കുവൈറ്റിലെ വിഷമദ്യ ദുരന്തത്തിൽ ചികിത്സയിലായിരുന്ന ഇന്ത്യക്കാർ അടക്കമുള്ള എല്ലാ പ്രവാസികളെയും നാടുകടത്തും. ഇതോടെ ഇവർക്കിനി കുവൈത്തിലേക്ക് മടങ്ങിപ്പോകാൻ സാധിക്കില്ല. മെഥനോൾ വിഷബാധയേറ്റ ദുരന്തത്തിൽ ഇതുവരെ 23 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. 100ഓളം പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. 4 പ്രധാന പ്രതികൾ ഉൾപ്പെടെ 71 പേരെ ഇതുവരെ പബ്ലിക് പ്രോസിക്യൂഷനിൽ റിപ്പോർട്ട് ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. പ്രധാന പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തുമെന്നും സൂചനയുണ്ട്. ദുബായിൽ 218 കോടി രൂപ വിലയുള്ള അപൂർവ രത്നം തട്ടിയെടുത്ത 3 പേർ അറസ്റ്റിലായി. വിൽപ്പനയ്ക്കായി ദുബായിലെത്തിച്ച രത്നം തട്ടിയെടുത്ത് മറ്റു രാജ്യത്തേക്ക് കടത്താനായിരുന്നു ശ്രമം. അറസ്റ്റിലായ 3 പേരും ഏഷ്യൻ രാജ്യത്തു നിന്നുള്ള പൗരന്മാരാണെന്ന് ദുബായ് പോലീസ് അറിയിച്ചു. ദുബായ് പോലീസിന്റെ എമർജൻസി നമ്പറിൽ ലഭിച്ച ഫോൺ സന്ദേശത്തിൽ നിന്നാണ് കോടികൾ വിലമതിക്കുന്ന അത്യപൂർവ രത്നം തട്ടിയെടുത്തെന്ന വിവരം പോലീസ് അറിയുന്നത്. I came to meet a client to sell a diamond to them. They looked at the stone and now they say the stone is not with them anymore. How much the price for the diamond? $25 million. പിങ്ക് നിറത്തിൽ 22 കാരറ്റ് ഗുണമേന്മയുള്ള ഈ രത്നത്തിന് അന്താരാഷ്ട്ര വിപണിയിൽ $25 മില്യൺ അഥവാ 218 കോടി രൂപ വില വരും. വിൽപ്പനയ്ക്കായി ഈ അപൂർവ രത്നം ദുബൈയിൽ എത്തിയിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മൂവർ സംഘം ആസൂത്രിതമായി രത്നം തട്ടിയെടുക്കാൻ ശ്രമം തുടങ്ങിയത്. റോൾസ് റോയ്സിന്റെ അത്യാഡംബര കാർ വാടകയ്ക്കെടുത്ത് ഇവർ രത്നവ്യാപാരിയെ സമീപിച്ചു. രത്നം വാങ്ങാൻ അതിസമ്പന്നനായ ഒരാൾ തയ്യാറാണെന്നറിയിച്ചു. രത്നത്തിന്റെ ഗുണമേന്മ പരിശോധിക്കാനായി വിദേശത്ത് നിന്ന് ഒരു ജെം എക്സ്പെർട്ടിനെയും ഇവർ കൂടെ കൂട്ടിയിരുന്നു. വിൽപ്പന നടക്കുമെന്ന് ബോധ്യപ്പെടുത്തി ഇവർ വാങ്ങുന്നയാൾക്ക് കാണാൻ അയാളുടെ വില്ലയിലേക്ക് രത്നം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. വില്ലയിലെത്തിക്കാനായി പുറത്തു കൊണ്ടുവന്ന രത്നം വ്യാപാരിയിൽ നിന്ന് തട്ടിയെടുത്ത സംഘം ഉടൻ രക്ഷപ്പെടുകയായിരുന്നു. വിവരം ലഭിച്ച് 8 മണിക്കൂറിനകം ഇവരുടെ താമസ സ്ഥലത്ത് നിന്ന് പോലീസ് 3 പേരെയും അറസ്റ്റ് ചെയ്തു. 3 പേരും
ഒരു ഏഷ്യൻ രാജ്യത്തെ പൗരന്മാരാണ്. മറ്റൊരു രാജ്യത്തേക്ക് കടത്താനായി ഫ്രിഡ്ജിനുള്ളിൽ ഒളിപ്പിച്ചിരുന്ന പിങ്ക് രത്നവും പോലീസ് കണ്ടെടുത്തു. പ്രതികളെ തുടർ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. മീഡിയ 1 ദുബായ്. അപൂർവ ഇനം ഫാൽക്കൺ പക്ഷിക്ക് വില 83 ലക്ഷം രൂപ. അബുദാബിയിൽ നടന്ന ലേലത്തിലാണ് പ്രാപ്പിഡിയൻ പക്ഷി 3,50,000 ദിർഹത്തിന് വിറ്റുപോയത്. ദ ബ്രൈഡ് ഓഫ് ദ നൈറ്റ് അഥവാ രാത്രിയുടെ വധു എന്നായിരുന്നു പക്ഷിയുടെ ലേലത്തിലെ വിളിപ്പേര്. അരമണിക്കൂറിലധികം നീണ്ടുന്ന ആവേശകരമായ ലേലത്തിനൊടുക്കം ഖത്തർ പൗരനാണ് പക്ഷിയെ സ്വന്തമാക്കിയത്. AD ഹെക്സ് 2025 മുന്നോടിയായാണ് തത്സമയം ലേലം സംഘടിപ്പിച്ചത്. 1000-ഓളം പക്ഷികളിൽ നിന്ന് ഏറ്റവും മികച്ചവയെ മാത്രമാണ് ലേലത്തിനെത്തിച്ചത്. കുവൈറ്റിൽ കുടുംബ സന്ദർശന വിസ 3 മാസത്തേക്ക് അനുവദിച്ചു തുടങ്ങി. ഇന്നു മുതൽ കുവൈത്ത് വിസ പ്ലാറ്റ്ഫോം വഴിയാണ് 3 മാസത്തെ സിംഗിൾ എൻട്രി സന്ദർശന വിസ ലഭ്യമായി തുടങ്ങിയത്. ഇതോടെ സന്ദർശകർക്ക് തുടർച്ചയായി 3 മാസം വരെ കുവൈത്തിൽ താമസിക്കാൻ കഴിയും. ഫാമിലി സന്ദർശന വിസ 3 മാസത്തേക്ക് അനുവദിച്ചു തുടങ്ങി അധികൃതർ. നേരത്തെ 1 മാസമായിരുന്നു വിസ അനുവദിച്ചിരുന്നത്. നിലവിൽ 3 മാസം മുതൽ 1 വർഷം വരെ മൾട്ടിപ്പിൾ എൻട്രി സന്ദർശക വിസകളും ലഭ്യമാണ്. എന്നാൽ മൾട്ടിപ്പിൾ എൻട്രി വിസയിൽ 1 മാസം മാത്രമേ തുടർച്ചയായി കുവൈത്തിൽ കഴിയാനാവൂ. 1 മാസത്തേക്ക് 3 ദിനാറും 6 മാസത്തേക്ക് 9 ദിനാറും 1 വർഷത്തേക്ക് 15 ദിനാറുമാണ് വിസ ഫീസ്. സന്ദർശകർക്ക് ആവശ്യമായ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. പ്രത്യേക വ്യവസ്ഥകളോടെ ടൂറിസ്റ്റ് വിസകൾ എല്ലാ രാജ്യക്കാർക്കും അനുവദിക്കും. അംഗീകൃത രാജ്യങ്ങളുടെ പട്ടികയും യോഗ്യതയുള്ള തൊഴിലുകളുടെ പട്ടികയും ആഗോള സൂചകങ്ങൾ അനുസരിച്ച് പുതുക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. കുടുംബ സന്ദർശന വിസ അപേക്ഷകന് നിർബന്ധമാക്കിയിരുന്ന കുറഞ്ഞ ശമ്പള വ്യവസ്ഥ, കുവൈത്ത് ദേശീയ വിമാന കമ്പനികളെ ആശ്രയിക്കണമെന്ന നിയമം, യൂണിവേഴ്സിറ്റി ബിരുദ യോഗ്യത എന്നിവയും നേരത്തെ ഒഴിവാക്കിയിരുന്നു. കുവൈത്ത് വിസ പ്ലാറ്റ്ഫോം വഴി ഓൺലൈനായി കുടുംബ സന്ദർശന വിസയ്ക്ക് അപേക്ഷിക്കാം. അപേക്ഷ പൂരിപ്പിച്ചാൽ 5 നിമിഷത്തിനുള്ളിൽ വിസ ലഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സലീം കോട്ടയിൽ, മീഡിയ 1, കുവൈറ്റ് സിറ്റി. സൗദിയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് നിയന്ത്രിത മരുന്നുകൾ കൈവശം വയ്ക്കുന്നതിന് ഡിജിറ്റൽ സംവിധാനം ഏർപ്പെടുത്തി സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി. ഓൺലൈൻ വഴി മുൻകൂട്ടി അനുമതി ലഭ്യമാക്കുന്നതാണ് സംവിധാനം. മരുന്ന് കൊണ്ടുവരുന്ന വ്യക്തിയുടെ വിവരങ്ങൾ, മെഡിസിന്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള പേര്, വിവരങ്ങൾ, രോഗവിവരങ്ങൾ, അംഗീകൃത ഡോക്ടറുടെ സർട്ടിഫിക്കേഷൻ എന്നിവ സമർപ്പിച്ചാണ് അനുമതി തേടേണ്ടത്. സൗദിയിലേക്ക് യാത്ര തിരിക്കുന്ന യാത്രക്കാർക്ക് ആവശ്യമുള്ള മരുന്നുകൾ കൈവശം വെക്കുന്നതിന് മുൻകൂർ അനുമതി ലഭ്യമാക്കി സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി. മരുന്നുകൾക്ക് ഓൺലൈൻ ക്ലിയറൻസ് പെർമിറ്റുകൾ നേടാൻ സൗകര്യമൊരുക്കുന്നതാണ് പുതിയ സംവിധാനം. പൊതുസുരക്ഷയ്ക്കൊപ്പം രോഗികളായ യാത്രക്കാർക്ക് പരിഗണനയും പരിരക്ഷയും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമാണ് നടപടിയെന്നും SFDA വിശദീകരിച്ചു. ഇതിനായി cds.sfda.gov.s എന്ന വെബ്സൈറ്റിൽ കയറി വ്യക്തിഗത ലോഗിൻ ഉണ്ടാക്കണം. ശേഷം മരുന്നുകളുടെ പേരുവിവരങ്ങൾ, രാസനാമം, രോഗിയുടെ വിവരങ്ങൾ, ഡോക്ടർ സർട്ടിഫിക്കറ്റ്, പ്രിസ്ക്രിപ്ഷൻ തുടങ്ങിയ വിവരങ്ങൾ സമർപ്പിച്ച് അനുമതി തേടാവുന്നതാണ്. അനുമതി ലഭ്യമാകുന്ന മുറക്ക് അവയുടെ പ്രിന്റ് സഹിതം യാത്രയിൽ മരുന്നുകൾ കൈവശം വെക്കാം. യാത്രക്കാരന് സ്വന്തമായോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ഇത്തരത്തിൽ മരുന്നുകൾ കൊണ്ടുവരാവുന്നതാണ്. മരുന്നുകൾ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും SFDAയുടെ വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമാം. കുവൈത്തിൽ കടൽ വഴി വൻതോതിൽ മയക്കുമരുന്ന് കടത്താനുള്ള ശ്രമം പരാജയപ്പെടുത്തി. ഡ്രോൺ നിരീക്ഷണത്തിലൂടെ സംശയാസ്പദമായ ബോട്ട് കണ്ടെത്തിയതോടെയാണ് നടപടി. കപ്പൽ തടഞ്ഞ് അറസ്റ്റ് ചെയ്തവരിൽ ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥനും കസ്റ്റംസ് ജീവനക്കാരനും ഫലസ്തീൻ പൗരനും ഉൾപ്പെടുന്നു. ഏകദേശം 13 ലക്ഷം കുവൈറ്റ് ദിനാർ വിലയുള്ള മയക്കുമരുന്ന് പ്രതികളിൽ നിന്നും പിടികൂടി. ആരും നിയമത്തിന് അതീതരല്ലെന്നും ലഹരിക്കടത്തിനെതിരെ കർശന നടപടി തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി. വ്യോമ, കര, കടൽ അതിർത്തികളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. സൗദി അറേബ്യയുടെ വ്യാവസായിക നഗരമായ യാംബൂവിൽ സ്വകാര്യ കമ്പനികളുമായി 2 ബില്യൺ മൂല്യം വരുന്ന കരാറുകൾ ഒപ്പുവെച്ചു. മേഖലയിലെ സ്വകാര്യ കമ്പനികളുമായാണ് കരാർ. പുതിയ കരാറുകൾ തൊഴിൽ സാധ്യതകളും തുറന്നിടും. ജുബൈൽ യാൻബു റോയൽ കമ്മീഷനുകളുടെ പ്രസിഡന്റ് ഖാലിദ് അൽ സാലിമിന്റെ മേൽനോട്ടത്തിലായിരുന്നു നിക്ഷേപക സംഗമം. വിവിധ നിക്ഷേപ കരാറുകൾ ഇവിടെ ഒപ്പുവെച്ചു. 2 ബില്യൺ സൗദി റിയാലാണ് മൂല്യം. രാജ്യത്തിന്റെ സാമ്പത്തിക വൈവിധ്യവൽക്കരണം, വ്യാവസായിക ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവയാണ് ലക്ഷ്യം. സൗദിയുടെ വിഷൻ 2030 പിന്തുണ നൽകുന്നതാണ് കരാറുകൾ. വ്യവസായ മേഖലയെ ശക്തിപ്പെടുത്താനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഇത് സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. പ്രാദേശിക അന്താരാഷ്ട്ര നിക്ഷേപകരെ ആകർഷിക്കുകയെന്ന സൗദിയുടെ നയത്തിന്റെ ഭാഗമാണ് ഈ സംഗമം. ഇന്ത്യൻ കമ്പനികളും ഇതിൽ പങ്കാളികളായി. മീഡിയ 1, യാംബു. കുവൈറ്റിൽ ഷുവൈക്ക് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നടത്തിയ അഗ്നി സുരക്ഷാ പരിശോധനയിൽ വൻ നിയമലംഘനങ്ങൾ കണ്ടെത്തി. ജനറൽ ഫയർ ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പരിശോധനയിൽ 63 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിന് 92 സ്ഥാപനങ്ങൾക്കും നോട്ടീസ് നൽകി. സുരക്ഷാ അഗ്നി പ്രതിരോധ നിയമങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാനായിരുന്നു പരിശോധന. വാണിജ്യ മന്ത്രാലയം, കുവൈത്ത് മുനിസിപ്പാലിറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിശോധന നടത്തിയത്.
നിയമലംഘനങ്ങളോട് വിട്ടുവീഴ്ചയില്ലെന്നും പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണി സൃഷ്ടിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി. കുവൈറ്റിലെ 6 ഗവർണറേറ്റുകളിലുമായി നടത്തിയ സുരക്ഷാ പരിശോധനയിൽ 258 നിയമലംഘകരെ പിടികൂടി. പരിശോധനയിൽ താമസ നിയമം ലംഘിച്ചവരും ഒളിച്ചോടിയവരെയും അറസ്റ്റ് വാറണ്ട് ഉള്ളവരെയും പിടികൂടിയതായി ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെസിഡൻസ് അഫയേഴ്സ് അറിയിച്ചു. നിയമലംഘകർക്കെതിരെ രാജ്യവ്യാപകമായി പരിശോധന തുടരുമെന്നും താമസ തൊഴിൽ നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. പിടികൂടിയവരെ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. കുവൈറ്റിലെ പൈതൃക പള്ളികളുടെ അറ്റകുറ്റപ്പണികൾക്കുള്ള ടെൻഡറിന് അംഗീകാരം. രാജ്യത്തുടനീളമുള്ള ഏകദേശം 50 പള്ളികളിൽ അറ്റകുറ്റപ്പണികൾക്ക് കുവൈറ്റ് ഇസ്ലാമികകാര്യ മന്ത്രാലയം ഒരുങ്ങുകയാണ്. സെൻട്രൽ ഏജൻസി ഫോർ പബ്ലിക് ടെൻഡേഴ്സിന്റെ അംഗീകാരം ലഭിച്ചിട്ടുണ്ടെങ്കിലും പദ്ധതി നടപ്പിലാക്കാൻ മറ്റു സർക്കാർ സ്ഥാപനങ്ങളുടെ അനുമതിയും വേണം എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഫർവാനിയ ഗവർണറേറ്റിലെ പള്ളികളിലും കെട്ടിടങ്ങളിലും 3.5 ദശലക്ഷം ദിനാർ ചെലവിൽ ശുചീകരണ സേവനങ്ങൾക്ക് സ്റ്റേറ്റ് ഓഡിറ്റ് ബ്യൂറോ അംഗീകാരം നൽകി. പള്ളികളിലെ ശുചിത്വവും സേവന നിലവാരവും ഉയർത്താനാണ് നീക്കം. മദീനയിൽ ഭൂമിക്ക് താഴെ കണ്ടെടുത്ത ഉത്ബാൻ ബിൻ മാലിക് എന്ന പ്രവാചക അനുചരന്റെ വീട് ചരിത്ര കേന്ദ്രമാക്കും. മസ്ജിദുൽ ജുമാക്ക് എതിർവശത്താണ് ഈ പ്രദേശം. മദീനയിൽ പുതുതായി സ്ഥാപിക്കുന്ന ചരിത്ര കേന്ദ്രത്തിൽ ഇവയുടെ വിശദാംശങ്ങളും പ്രസിദ്ധീകരിക്കും. മദീനയിൽ പ്രവാചകൻ ആദ്യമായി വെള്ളിയാഴ്ച പ്രാർത്ഥന നിർവഹിച്ച സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദ് ജുമുഅ. ഇതിന് നേരെ എതിർവശത്ത് റോഡിനിപ്പുറമാണ് ഉത്ബാൻ ബിൻ മാലിക് പള്ളി പരിസരം. ഇവ രണ്ടും ചേർത്തുള്ള ചരിത്ര പദ്ധതിക്കാണ് ആലോചന. ഇതാണ് ഭൂമിക്ക് താഴെ കണ്ടെടുത്ത ഉത്ബാൻ ബിൻ മാലിക് എന്ന സ്വഹാബി അഥവാ പ്രവാചക അനുചരന്റെ വീട്. പ്രവാചകനോടൊപ്പം വിവിധ യുദ്ധങ്ങളിൽ പങ്കെടുത്ത അൻസാരിയാണ് ഉത്ബ. പ്രായമായതോടെ ഇദ്ദേഹത്തിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. മഴയായതോടെ വീടിന് മുന്നിലെ നീർച്ചാൽ കടന്ന് പള്ളിയിലേക്കെത്തൽ പ്രയാസമായി. ഇതോടെ പ്രവാചകനോട് വീട്ടിൽ നിന്ന് നമസ്കരിച്ചോട്ടെ എന്ന് അദ്ദേഹം സമ്മതം ചോദിച്ചു. പ്രവാചകൻ ഇത് അനുവദിച്ചു. എന്നാൽ വീട്ടിൽ പ്രാർത്ഥന ആരംഭിക്കാൻ പ്രവാചകൻ വീട്ടിൽ വരണമെന്നും പ്രാർത്ഥിക്കണമെന്നും ഉത്ബ അഭ്യർത്ഥിച്ചു. ഇത് സ്വീകരിച്ച പ്രവാചകൻ ഒരു ദിവസം അനുചരന്മാർക്കൊപ്പം ഇവിടെ എത്തി. പിന്നീട് അതേ സ്ഥാനത്ത് നിന്നാണ് മരണം വരെ ഉത്ബാൻ ബിൻ മാലിക് ദൈവത്തിനു മുന്നിൽ നമസ്കരിച്ചതും പ്രാർത്ഥിച്ചതും. അതായിരുന്നു ഈ വീട്. ഉത്ബയുടെ മരണത്തോടെ വീട് പിൽക്കാലത്ത് പള്ളിയാക്കി മാറ്റി. 1000-ലേറെ വർഷം പഴക്കമുള്ള ആ പള്ളിയാണിത്. 2 ഭാഗമുള്ള പള്ളിക്ക് 3 മുറികളുണ്ട്. മദീനയിലെ ലാവാക്കല്ലുകൾ കൊണ്ടാണ് ഇവ നിർമ്മിച്ചത്. മദീനയിൽ പുതുതായി ഒരുക്കുന്ന ഹിസ്റ്റോറിക് കേന്ദ്രത്തിൽ ഇവയുടെ ചരിത്രം രേഖപ്പെടുത്തും. കുബ പദ്ധതിക്ക് കീഴിൽ മസ്ജിദ് ജുമുഅ, ഉത്ബ ബിൻ മാലിക് മസ്ജിദ് എന്നിവയും ചേർത്തുള്ള പ്രത്യേക പദ്ധതിയും ഉണ്ടാകും. മീഡിയ 1 മദീന. ഓഗസ്റ്റ് 21 വരെ ഒമാനിലെ പല ഗവർണറേറ്റുകളിലും മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. നാഷണൽ മൾട്ടി ഹസാർഡ് ഏർലി വാർണിംഗ് സെന്റർ പുറത്തിറക്കിയ പുതിയ കാലാവസ്ഥാ റിപ്പോർട്ടാണ് വ്യാഴാഴ്ച വരെ രാജ്യത്ത് അസ്ഥിര കാലാവസ്ഥയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയത്. അൽ വുസ്ത, ദോഫാർ, സൗത്ത് നോർത്ത് ഷർക്കിയകൾ, ദാഖിലിയയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ വ്യത്യസ്ത തീവ്രതയിലുള്ള ഒറ്റപ്പെട്ട മഴയും ഇടയ്ക്കിടെ ഇടിമിന്നലോടുകൂടിയ മഴയും ഉണ്ടാകും. കുവൈറ്റിലെ റോഡ് നമ്പർ 30 താൽക്കാലികമായി അടച്ചിടുമെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ റോഡ്സ് ആൻഡ് ലാൻഡ് ട്രാൻസ്പോർട്ട് അറിയിച്ചു. പൊതുഗതാഗത വകുപ്പുമായി സഹകരിച്ചാണ് നടപടി. ഇന്ന് അർദ്ധരാത്രി മുതൽ ചൊവ്വാഴ്ച പുലർച്ചെ വരെ റോഡിന്റെ 2 ദിശകളിലേക്കുമുള്ള ഗതാഗതം തടസ്സപ്പെടും. തെക്ക് നിന്ന് വരുന്ന വാഹനങ്ങൾ 7th റിംഗ് റോഡ് വഴിയും വടക്കുന്ന് വരുന്നവർ സബാഹ് അൽ സേലം എക്സിറ്റ് വഴിയും യാത്ര ചെയ്യണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. യാത്രക്കാർ ബദൽ മാർഗങ്ങൾ പാലിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. കുവൈറ്റ് KMCC സംസ്ഥാന കമ്മിറ്റി ഏകദിന നേതൃ ശില്പശാല സംഘടിപ്പിച്ചു. സുലൈബിയ റിസോർട്ടിൽ നഖ്ദ എന്ന പേരിൽ സംഘടിപ്പിച്ച ശില്പശാല KMCC ചെയർമാൻ TT സലീം ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് നാസർ മഷൂർ തങ്ങൾ അധ്യക്ഷനായി. ജംഷീർ അലി ഹുദവി മുഖ്യപ്രഭാഷണം നടത്തി. ചരിത്രം ഗഹനമായി വായിച്ച് പ്രൗഢമായ പാരമ്പര്യത്തെ ഉറക്കെ വിളിച്ചു പറയാൻ തലമുറ സജ്ജമാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഫാറൂഖ് ഹമദാനി സ്വാതന്ത്ര്യദിന പ്രഭാഷണം നടത്തി. വിവിധ വിങ്ങുകളുടെ റിപ്പോർട്ടുകളും ജില്ലകളുടെ പ്രവർത്തനങ്ങളും അവതരിപ്പിച്ചു. സംസ്ഥാന, ജില്ലാ, മണ്ഡലം നേതാക്കൾ ക്യാമ്പിൽ പങ്കെടുത്തു. ആർട്സ് വിങ്ങിന്റെ കലാപരിപാടികളോടെയാണ് ശില്പശാല സമാപിച്ചത്. അസീർ പ്രവാസി സംഘത്തിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷവും കൂട്ടായ്മയുടെ 21ാം വാർഷികാഘോഷവും സംഘടിപ്പിച്ചു. ചടങ്ങ് സുധീരൻ ചാവക്കാട് ഉദ്ഘാടനം ചെയ്തു. കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ആഘോഷങ്ങളുടെ ഭാഗമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, നോർക്ക പദ്ധതികളെക്കുറിച്ചുള്ള ബോധവൽക്കരണം, ചിത്രരചന, പാചക മത്സരം, ഉന്നത വിജയികൾ ആദരിക്കൽ, വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി. അബ്ദുൽ വഹാബ്, സുരേഷ് മാവേലിക്കര, നിസ്സാർ കൊച്ചി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി.
സൗദിയിലെ നജ്റാൻ പ്രതിഭാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. മലയാളം മിഷൻ എഴുത്തോല പഠന കേന്ദ്രത്തിന്റെ സഹകരണത്തോടെയായിരുന്നു ചടങ്ങ്. പുതിയ വിദ്യാർത്ഥികൾക്കായുള്ള പ്രവേശനോത്സവം, സ്വാതന്ത്ര്യദിന സന്ദേശ പ്രഭാഷണം, പ്രതിജ്ഞ ചൊല്ലൽ, വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി. ആദർശ്, സജീവ കൃഷ്ണൻ, ജിനു, മാത്യു തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ദുബൈയിലെ നാദൽ ഹമറിൽ ലുലു എക്സ്പ്രസ് പ്രവർത്തനം തുടങ്ങി. ലുലുവിന്റെ ഗൾഫിലെ 260ാമത്തെ ശാഖയാണിത്. ആമസോൺ ഉൾപ്പെടെ ഇ-കൊമേഴ്സ് ആപ്പുകൾ വഴിയുള്ള സേവനം ശക്തമാക്കാൻ കൂടി ലക്ഷ്യമിടുന്നതാണ് പുതിയ സ്റ്റോർ. ഗൾഫിലെ 260ാമത്തെയും UAE-യിലെ 112ാമത്തെയും ലുലു ശാഖയാണ് ദുബൈ നാദൽ ഹമറിലേത്. ലുലു ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ സലീം എമ്മയുടെ സാന്നിധ്യത്തിൽ ദുബൈ ഔക്കാഫ് ഗവൺമെന്റ് പാർട്ണർഷിപ്പ് അഡ്വൈസർ നാസർ സാനി അൽ മദ്രൂസി, ഔക്കാഫ് കൊമേഴ്സ്യൽ ബിസിനസ് ഡെവലപ്മെന്റ് പ്രതിനിധി ഗാലിബ് ബിൻ ഖർബാഷ് എന്നിവർ ലുലു എക്സ്പ്രസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 22,000 ചതുരശ്ര അടി വിസ്തൃതിയുള്ള ലുലു എക്സ്പ്രസ് നാദൽ ഹമറിലെയും സമീപ പ്രദേശത്തെയും ഉപഭോക്താക്കൾക്ക് മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനു പുറമെ ഇ-കൊമേഴ്സ് സേവനങ്ങൾക്ക് കൂടി കരുത്തു പകരുമെന്ന് സലീം എം എ പറഞ്ഞു. As I said, we already have 22,000 square feet area. Also, we will be giving strong presence in online, Talabat and our own e-com, as well as Amazon will be serving from here. And we are confident that this store will serve this neighborhood very strongly. കൂടുതൽ സ്റ്റോറുകൾ UAE-യിൽ ഉടൻ തുറക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലുലു ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ ഷാബു അബ്ദുൽ മജീദ്, ബയിങ് ഡയറക്ടർ മുജീബ് റഹ്മാൻ, ഗ്ലോബൽ മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ വി നന്ദകുമാർ, ദുബൈ മേഖലാ ഡയറക്ടർമാരായ ജെയിംസ് കെ വർഗീസ്, തമ്പാൻ KP എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ 1 ദുബായ്. മലപ്പുറം സ്വദേശി ജിദ്ദയിൽ മരണപ്പെട്ടു. പരേതനായ തിരുത്തിയിൽ മൂസ മമ്പാടിന്റെ ഭാര്യ ആമിനക്കുട്ടിയാണ് മരിച്ചത്. 66 വയസ്സായിരുന്നു. ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ മദ്രസയിൽ അധ്യാപികയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പ്രബോധന സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. ജിദ്ദയിൽ ഖബറടക്കം നടത്താനുള്ള നടപടികൾ പൂർത്തിയാക്കി വരുന്നു. കൊല്ലം ശൂരനാട് സ്വദേശി സുനിൽ ദിവാകരൻ പിള്ള ഹൃദയാഘാതത്തെ തുടർന്ന് ബഹ്റൈനിൽ നിര്യാതനായി. ഇന്ന് രാവിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സെക്യൂരിറ്റി ജീവനക്കാരായിരുന്നു. കഴിഞ്ഞ 8 വർഷമായി ബഹ്റൈനിൽ പ്രവാസിയായിരുന്നു. മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. വർഷം മുഴുവൻ സഞ്ചാരികളെത്തുന്ന സലാലയിലെ മനോഹരമായ വ്യൂ പോയിന്റാണ് ജബൽ സംഹാൻ. മലനിരയിൽ കയറി നിന്നുള്ള മേഘക്കാഴ്ചയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഖരീഫായതോടെ കൂടുതൽ പേർ തേടിപ്പിടിച്ച് മല കയറുന്നുണ്ട്. കുന്നുകയറി ചെന്നാൽ കാത്തിരിക്കുന്നത് അത്ഭുതമാണ്. മേഘങ്ങൾ ഒളിപ്പിച്ചു വെച്ച അത്ഭുതം. സലാലയ്ക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ജബൽ സംഹാൻ സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാവുന്നത് അതുകൊണ്ടാണ്. കൈവരികളുണ്ടെങ്കിലും ഉള്ളിലൊരു ഭയത്തോടെ മാത്രമേ മുന്നോട്ട് നടക്കാനാകൂ. സമുദ്രനിരപ്പിൽ നിന്നും വലിയ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജബൽ സംഹാനിൽ മിക്കവാറും സമയങ്ങളിൽ തണുത്ത കാലാവസ്ഥയായിരിക്കും. ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ പഞ്ഞിക്കെട്ടുകൾ പോലെ മേഘങ്ങൾ കാണാനുമാകും. മേഘങ്ങൾ മാറി നിൽക്കുന്ന സമയത്ത് സലാലയുടെ ആകാശ കാഴ്ച കണ്ണിൽ നിറക്കാം. കൂട്ടിന് തണുത്ത കാറ്റിങ്ങനെ ദേഹത്ത് മുട്ടിയുരുമി കടന്നുപോകും. അപൂർവ ഇനം അറേബ്യൻ വന്യമൃഗങ്ങളുടെ സംരക്ഷിത പ്രദേശവുമാണിവിടം. പക്ഷെ വൈബൊക്കെ സെയിം തന്നെ ആയിട്ടുള്ളൂ. ഇപ്പൊ തന്നെ കൂടുതൽ ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഇതിന് അടിവാരം താഴത്ത് അവിടെ ഇപ്പൊ പച്ചപ്പൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പൊ കോട കുറവാ. കുറച്ച് നെസ്റ്റോളിൽ വർക്ക് ചെയ്യണത് അവർ നമുക്ക് എല്ലാവർക്കും കൂടി ലീവ് വന്നതാ. ഒരു ദിവസം ഒന്നിച്ചു തന്നതാ. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥലം മോർണിംഗ് ഞങ്ങൾ ഇവിടെ പോയി ഷാത്തിൽ വരുന്ന മുക്സയില്, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ജബൽ സമാൻ, ഇനി വാദി ദർബാത്തി പോകും. ചില ഏരിയകളിലേക്ക് ടൂറിസ്റ്റുകൾക്ക് പ്രവേശന വിലക്കുണ്ട്. വർഷം മുഴുവൻ ടൂറിസ്റ്റുകൾ എത്തുന്ന ഇടം കൂടിയാണ് ജബൽ സംഹാൻ. ഖരീഫായതോടെ കൂടുതൽ പേർ തേടിപ്പിടിച്ച് മല കയറുന്നുണ്ട്. സലാലക്ക് പടിഞ്ഞാറുള്ള ഷാത്തിലും ഇതേ കാലാവസ്ഥയും കാഴ്ചയുമാണുള്ളത്. മീഡിയ 1 സലാല.